ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കണ്ണേട്ടൻ്റെയും കുഞ്ഞാപ്പിയുടെയും ഒക്കെ വക ഹാപ്പി ഓണം. അപ്പോൾ അതാ ഞങ്ങൾ ഓണമായിട്ട് രാവിലെ തന്നെ ഒക്കെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പം പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. എനിക്ക് പൂക്കളം ഇട്ട് തന്നത് രേഷ്മേച്ചിയാണ്, ഞാനല്ല കേട്ടോ ഇട്ടതെന്ന്. അങ്ങനെ അപ്പോൾ രേഷ്മേച്ചി താങ്ക് യു. അതപ്പം പറയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പൂക്കളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കിന്ന് കണ്ണേട്ടൻ്റെ യൂണിറ്റിൽ വെച്ചിട്ടാണ് പരിപാടി ഉള്ളത്. അവിടെ ഓണപ്പരിപാടി ഇന്ന് അവിടെ ആയത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലൊന്നും പരിപാടി ഗ്രാൻഡായിട്ടൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് രാവിലെ തന്നെ റെഡിയായി പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടി എൻട്രൻസിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊക്കെ അടിപൊളിയായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. കുട്ടി വാമനനെയും മഹാബലിനെയും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ. ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി. ഉള്ളിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ചെന്ന സമയത്ത് ഒരു ചെറിയൊരു പൂക്കളം എന്ന് പറയാം, അത്തപ്പൂക്കളം എന്ന് പറയാം. പക്ഷേങ്കിൽ അവർ പൂവ് യൂസ് ചെയ്യാതെ ഹോളിപ്പൊടി വെച്ചിട്ടതാട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മഹാബലി എത്തി. മഹാബലി ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ ആണ് മഹാബലി കൂടെ ഫോട്ടോ എടുക്കാൻ. അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങളും ഇവരെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും പോയി എടുത്തിട്ടോ. 1-2 ഫോട്ടോസൊക്കെ എടുത്തു മഹാബലിയുടെ കൂടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയി സദ്യ കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഫോട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സദ്യയിൽ നമ്മുടെ നാട്ടിൽ ഒരുവിധം സദ്യയിലുണ്ടാകുന്ന സദ്യ ഐറ്റംസ് എന്തൊക്കെയാണോ അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കൂട്ടത്തിൽ 2 കൂട്ടം പായസവും ഉണ്ടായിരുന്നു. സേമിയ ഉണ്ടായിരുന്നു, അടപ്പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി ഫുഡൊക്കെ കഴിക്കായിരുന്നു. ചോറും സാധാ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു 2 പൂരി വരുന്നുണ്ട് കേട്ടോ. അതിവിടെ എന്തോ ഇന്ന് ഗണേശ ചതുർത്ഥി എന്തോ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് ആണ് ആ 2 പൂരി എക്സ്ട്രാ വന്നത് സദ്യയിൽ. അപ്പോൾ അതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ണേട്ടൻ ജോലി ചെയ്യുന്നതിന് തൊട്ട് അപ്പുറത്ത് തന്നെ വേറൊരു ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി കയറി കേട്ടോ. അവിടെ കയറിയപ്പോൾ അവിടെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ കൂടുതലും മലയാളീസായി സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചും കൂടി ഗ്രാൻഡാക്കിയ പരിപാടിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ കഥകളിയും പിന്നെ ചെറിയ തോണിയും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും നിലത്ത് നമ്മൾ തറയിലിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ ഞാനും കണ്ണേട്ടനും അവിടെ നിന്നും കുറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. എത്രയും കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ചു. അതും നല്ല അടിപൊളി സദ്യയായിരുന്നു. 2 സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സദ്യ. അങ്ങനെ പായസം വന്നു. ലാസ്റ്റ് പായസവും പപ്പടവും പഴമൊക്കെ കൂടി കൂട്ടി കുഴച്ച് ഞാൻ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ്. ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷേങ്കിൽ ഇന്ന് കഴിക്കണമെന്ന് തോന്നി ഞാൻ കഴിച്ചു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് കുറേ ഫോട്ടോസ് എടുക്കാനുള്ള ഫ്രെയിമും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനും കണ്ണേട്ടനും കുഞ്ഞാപ്പിയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ മഹാബലിയെയും കണ്ട് യാത്ര പറഞ്ഞ് നേരെ ഫോട്ടോസിലേക്ക് പോയി കേട്ടോ.